ഇപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലേ, നല്ല ടേസ്റ്റി ആയിട്ടൊരു മാംഗോ ഷേക്ക് ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാംഗോ ഷേക്കാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു മാംഗോ ഷേക്ക് ഉണ്ടാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് വലിയ ആർഭാടമൊന്നും ഇല്ലാത്ത ഒരു മാംഗോ ഷേക്ക്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് 2 മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുക്കുന്നത് സിന്ദൂരം എന്ന മാങ്ങയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങയാണ്, അധികം നാരൊന്നും ഇല്ലാത്ത നല്ല മാങ്ങയാണ്. അപ്പോൾ നമുക്ക് തൊലി കളഞ്ഞ് മുറിച്ചെടുത്തിട്ട് വരാം. അതപ്പം മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ജ്യൂസ് അടിക്കുന്ന ജാറ് തന്നെയാണ്, നമ്മളിപ്പോൾ അരിയൊക്കെ അരയ്ക്കുന്ന ജാറില്ലേ അതിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കുറവുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ മാങ്ങ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല പഴുത്ത മാങ്ങയായിരിക്കണം. പിന്നെ അധികം നാരൊന്നും ഇല്ലാത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ ഷേക്ക് അടിക്കുന്നതിന് മുമ്പ് ഈ മാങ്ങ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ സമയമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിരുന്നാലും മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിക്കുന്ന സമയത്ത് ഒരുപാട് ഹൈയിലിട്ട് അടിക്കേണ്ട, ആദ്യം നമുക്ക് ലോയിലിട്ട് കുറച്ച് കൂടുതൽ സമയം അടിച്ചെടുക്കണം. അപ്പോഴേ ആ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് അതിനോട് യോജിച്ച് ചേർന്ന് വരുള്ളൂ. അല്ലാതെ ആദ്യമേ ഹൈയിലിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര അങ്ങോട്ട് ചേർന്ന് വരില്ല. പിന്നെ അവസാനം നമ്മൾ കഴിക്കുന്ന സമയത്ത് പഞ്ചസാര തരിതരായിട്ട് കടിക്കാനൊക്കെ കിട്ടില്ല ചിലപ്പം. അതുകൊണ്ടാണ് ലോയിലിട്ട് കുറച്ച് കൂടുതൽ സമയം അടിച്ചെടുക്കാം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കാൻ മാത്രമൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. പക്ഷേ ഓരോ പ്രാവശ്യവും ഈ ഷേക്ക് കുടിക്കുമ്പോൾ വിചാരിക്കും അയ്യോ ഇതിൻ്റെ റെസിപ്പി ഇടായിരുന്നല്ലോ, അങ്ങനെ രണ്ടും കൽപ്പിച്ച് വീഡിയോ എടുത്തതാണ്. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ടാവും. ഒരു 1-1.5 മിനിറ്റൊക്കെ അടിച്ചിരുന്നാൽ മതിയാകും. ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 1.25 കപ്പ് ഒഴിച്ചു കൊടുക്കാം. പാലെടുക്കുന്ന സമയത്ത് പാൽ നല്ല തണുത്ത പാലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കട്ടിയാക്കുകയൊന്നും വേണ്ട, തിളപ്പിച്ച് തണുപ്പിച്ച പാലെടുക്കാം. പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം, തിളപ്പിക്കണമൊന്നുമില്ല. നമ്മളിതിൽ വെള്ളം ചേർക്കില്ല, അതിന് പകരമായിട്ട് ഐസ് ക്യൂബാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 6-8 ഐസ് ക്യൂബ് വരെ ചേർത്ത് കൊടുക്കാം. ഈ ഐസ് ക്യൂബ് ഇടാൻ ഇഷ്ടമല്ലെങ്കിൽ പാൽ തന്നെ കുറച്ച് കട്ടിയാക്കി ചേർത്ത് കൊടുക്കാം. എന്നാലും കുറച്ച് ലിക്വിഡായിട്ടുള്ള പാൽ ഒഴിക്കണേ. ഇനി ഇത് നമുക്ക് ഹൈയിലിട്ടങ്ങ് അടിച്ചെടുക്കാം. ഇതിപ്പം അടിക്കുന്ന സമയത്ത് ആ ഐസ് ക്യൂബ് ഇങ്ങനെ അടിയുന്ന ഒച്ച കേൾക്കാം. ആ ഒച്ച നിൽക്കുന്നവരെ നമുക്കങ്ങ് അടിച്ചു കൊടുക്കാം. ഐസ് ക്യൂബ് മുഴുവൻ മെൽട്ടായതിന് ശേഷം എടുത്താൽ മതി. ഇതിൽ വേണമെങ്കിൽ നമുക്ക് 2 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് അടിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർക്കാം. അതൊക്കെയെന്ന് പറയുന്നത് ഇതിന് ടേസ്റ്റ് കൂട്ടും, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ പക്ഷേ എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. നിങ്ങൾ ഇതുപോലെ അല്ലാതെ വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കും ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. വേണ്ടത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒരുപാട് തിക്കും ആവരുത്, എന്നാൽ ഒരുപാട് ലൂസും ആയി പോകരുത്. ഇപ്പോൾ നമ്മൾ കുടിച്ചു നോക്കി മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര പൊടിച്ചിട്ടിട്ട് കൊടുക്കണേ. ഇനി പഞ്ചസാര ഇട്ടാൽ അതങ്ങ് അലിഞ്ഞ് വരാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം നല്ല തണുത്തിരിക്കുന്നതാണ് ഈ ഷേക്ക്. അതുകൊണ്ട് പഞ്ചസാര അലിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ 3 പേർക്കൊക്കെ കുടിക്കാനുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഉണ്ടാവും പോലത്തെ ഗ്ലാസ്സാണ്. അത് ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വയറ് നിറയും, ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ഹെവി ആയിരിക്കും. ചെറിയ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട്. ഞാൻ 2 സ്ട്രോയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, നല്ല ടേസ്റ്റാണ്. മധുരമൊക്കെ പാകമാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ടെങ്കിലാണ് ഈ ഷേക്ക് കുടിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഫ്രഷ് ആയിട്ടുണ്ടാക്കി ഫ്രഷ് ആയിട്ട് തന്നെ കുടിക്കുക. അത് അടിച്ച് കുറച്ച് സമയം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാൻ കുറച്ച് കൂടുതൽ സമയം കഴിയുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോൾ. ഫ്രഷ് ആയിട്ട് കുടിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.